بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما كثيرا. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയിൽ നിന്ന് ഏതാനും ചില ഹദീസുകളാണ്. നാലാമത്തെ ഹദീസാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സഹീഹുൽ ബുഖാരിയിലെ കിതാബുൽ ഈമാനിൽ നിന്ന് 13-ാമത്തെ അധ്യായം 20-ാമത്തെ ഹദീസാണ് പഠിച്ചത്. ബാബു ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന അഅലമുക്കും ബില്ലാഹ് വഅന്ന അൽ മഅരിഫത ഫിഅലുൽ ഖൽബ്. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിനെക്കുറിച്ച് അറിയുന്നവൻ ഞാനാകുന്നു എന്ന വചനം നൽകിക്കൊണ്ട് ഇമാം ബുഖാരി അധ്യായം കുറിച്ചു. വഅന്നൽ മഅരിഫത ഫിഅലുൽ ഖൽബ്. അറിവ് എന്ന് വച്ചാൽ എന്ത് അറിവ്? അള്ളാഹുവിനെക്കുറിച്ചുള്ള ആ ഈമാനിയായ ആ അറിവ്. ഫിഅലുൽ ഖൽബ്, അത് ഹൃദയത്തിൻ്റെ ഫിഅലാണ്, പ്രവർത്തനമാണ്. അഥവാ നമ്മുടെ ഹൃദയത്തിന് ഫിഅലുണ്ട്, ഖൗലുണ്ട്. ആ ഫിഅലനുസരിച്ചായിരിക്കും അള്ളാഹുവിൻ്റെ വിചാരണ. അല്ലാതെ മനസ്സിൽ കേവലം ഒരു തോന്നൽ, ആ തോന്നലിന് എന്തില്ല? ശിക്ഷയില്ല. വഅന്നൽ മഅരിഫത ഫിഅലുൽ ഖൽബ്. മനുഷ്യൻ്റെ മനസ്സിൽ ഉള്ള ആ ദൃഢമായ ആ വിശ്വാസം, അള്ളാഹുവിൽ വിശ്വസിക്കുവാനും പ്രവാചകന്മാരിൽ വിശ്വസിക്കുവാനും മനുഷ്യൻ തീരുമാനിക്കുന്നു. ആ ഹൃദയത്തിൻ്റെ ആ കീഴ്വണക്കം അത് ഒരു മനുഷ്യൻ്റെ ഫിഅലാകുന്നു. ഇത് യഥാർത്ഥത്തിൽ ഈമാനിൽ അമല് ഇല്ല, ഈമാനിൽ അമല് പെടുന്നില്ല എന്ന ചില പിഴച്ചുപോയ സംഘക്കാർക്ക് മറുപടിയായിട്ട് ഇമാം ബുഖാരി റഹ്മഹുല്ലാ അധ്യായം കുറിച്ചതാണ്. ഈ ഹദീസിൽ നമ്മൾ പല കാര്യങ്ങളും പഠിച്ചു. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ സഹാബത്തുകൾക്ക് സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ കൽപ്പിക്കൂ. അപ്പോൾ സഹാബത്തുകൾ പറഞ്ഞു, പ്രവാചകരെ, താങ്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പ് കഴിഞ്ഞ പാപങ്ങളും ഇനി വരാൻ പോകുന്ന പാപങ്ങളും എല്ലാം അള്ളാഹു പുറത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തിരുമേനിയുടെ മുഖത്തിൽ കോപം പ്രകടമാകും. ثم يقول إن أتقاكم وأعلمكم بالله أنا. നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനും അള്ളാഹുവിനെക്കുറിച്ച് അറിയുന്നവനും ഞാനാകുന്നു. അതുകൊണ്ട് എൻ്റെ നിർദ്ദേശം പ്രകാരം നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുക. കർമ്മം വളരെ കുറച്ചാണെങ്കിലും അത് നിത്യമായി സ്ഥിരമായി ചെയ്യുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം, അള്ളാഹുവിന് ഏറ്റവും തൃപ്തി. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ച കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മളൊരു കാര്യം മറന്നുപോയി. അതായത് ഹദീസ് വായിച്ച് അത് ഒരു പരിശീലന നിലക്ക് നിങ്ങളും അതിൻ്റെ ആ ടെക്സ്റ്റ് വായിച്ച് അർത്ഥം വെക്കുവാൻ നമ്മൾ തഫ്സീർ ചെയ്യാവുന്നത് പോലെ
ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമ്മളത് ഇവിടെ പ്രാവർത്തികമാക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. കിതാബുൽ ഈമാൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കിതാബുൽ ഈമാനിൽ നിന്ന് 10 ഹദീസുകൾ പഠിക്കാമെന്നാണ് ഇതിൻ്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇത് 4ാമത്തെ ഹദീസാണ്. കിതാബുൽ ഈമാൻ സഹീഹുൽ ബുഖാരിയിലെ എത്രാമത്തെ അധ്യായമാണ്? 2ാമത്തെ അധ്യായം. കിതാബു ബദ്ഇൽ വഹ്യാണ് ആദ്യത്തെ അധ്യായം. 2ാമത്തെ അധ്യായം കിതാബുൽ ഈമാൻ. കുതുബുകളുടെ അടിസ്ഥാനത്തിലാണ് സഹീഹുൽ ബുഖാരി ചിട്ടപ്പെടുത്തിയത്. ഓരോ കിതാബിൻ്റെ താഴെ എന്തുണ്ടാവും? അബ്വാബുകളുണ്ടാവും. കിതാബുൽ ഈമാനിൻ്റെ കീഴിൽ 15ാമത്തെ ബാബാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ബാബു തഫാദുലി അഹ്ലിൽ ഈമാനി ഫിൽ അഅ്മാൽ. ബാബു തഫാദുലി, ഒരുമിച്ച് വായിക്കാം. ബാബു തഫാദുലി അഹ്ലിൽ ഈമാനി ഫിൽ അഅ്മാൽ. ബാബു തഫാദുലി. ബാബു എന്ന് വെച്ചാൽ അധ്യായം. എന്തിൻ്റെ അധ്യായം? തഫാദുൽ, അതായത് ഒരു കാര്യത്തിൽ ഉണ്ടാകുന്ന വർധനവ്, ഉയർച്ച, ഏറ്റം. അഹ്ലിൽ ഈമാനി ഫിൽ അഅ്മാൽ, വിശ്വാസികൾ കർമ്മരംഗത്ത്, വിശ്വാസികളുടെ കർമ്മരംഗത്തുള്ള ഏറ്റം, ഉയർച്ച, വർധനവ്, പരസ്പരം ഉള്ള വർധനവിനാണ് തഫാദു എന്ന് പറയുക. അപ്പോൾ കർമ്മരംഗത്ത് വിശ്വാസികൾ ഒരേപോലെയല്ല. കർമ്മങ്ങളിൽ അതിൻ്റെ മുഖറബീങ്ങളായ ജനതയുണ്ട്, അതുപോലെ തന്നെ പാപങ്ങൾ ചെയ്ത ജനതയുണ്ട്. സ്വർഗ്ഗക്കാർ തന്നെ നമുക്കറിയാം 2 തരത്തിൽ ഖുർആൻ തിരിച്ചിട്ടുണ്ട്. ഒന്ന് മുഖറബീങ്ങൾ, ഒന്ന് അസ്ഹാബുൽ യമീൻ. അസ്ഹാബുൽ യമീൻ. അതുപോലെ തന്നെ വിശ്വാസികൾ പൊതുവായി നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ അവർ കർമ്മങ്ങളുടെ വിഷയത്തിൽ ഒരേപോലെയല്ല. അതിലെന്തുണ്ടാവും? അൽ ഈമാനു യസീദു വയൻഖുസ് എന്ന് പറഞ്ഞതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ കൂടുമ്പോൾ ഈമാന് വർദ്ധിക്കും, സൽക്കർമ്മങ്ങൾ കുറയുമ്പോൾ അല്ലെങ്കിൽ തിന്മകൾ ചെയ്യുമ്പോൾ ഈമാന് കുറയും. قال الإمام البخاري قال الإمام البخاري رحمه الله حدثنا إسماعيل قال حدثني مالك عن عمرو بن يحيى المازني عن أبيه عن أبي سعيد الخدري رضي الله عنه عن النبي صلى الله عليه وسلم قال يدخل أهل الجنة الجنة وأهل النار النار ثم يقول الله تعالى أخرجوا من النار من كان في قلبه مثقال حبة من خردل من إيمان فيخرجون منها قد اسودوا فيلقون في نهر الحياة أو الحياة شك مالك فينبتون كما تنبت الحبة في جانب السيل ألم ترى أنها تخرج صفراء ملتوية قال وهيب حدثنا عمرو الحياة وقال خردل من خير. അപ്പോൾ ഇതാണ് ഹദീസ്. നമ്മൾ അറബി രൂപത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ അർത്ഥം ആദ്യം നമ്മൾ പതിവ് പോലെ ചെയ്യാറുള്ളത് പോലെ ഹദീസിൻ്റെ ആശയം ചുരുക്കത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കും ഇൻഷാ അല്ലാഹ്. ആരാണ് ഈ ഹദീസിൻ്റെ റാവി? അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഈ സഹാബിയെ സംബന്ധിച്ച് പഠിച്ചതാണ്. ഇതിൻ്റെ പേരെന്താണ്? സഅദ് ഇബ്നു
മാലിക് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, യദ്ഖുലു അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു, നരകാവകാശികൾ നരകത്തിലും. എന്നിട്ട് അള്ളാഹു പറയും, അഖ്രിജു മിനൻ നാരി മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാൻ, ഒരു കടുകുമണി തൂക്കം വിശ്വാസം വല്ലവൻ്റെയും ഹൃദയത്തിലുണ്ടെങ്കിൽ അവനെ നരകത്തിൽ നിന്ന് നിങ്ങൾ മോചിപ്പിക്കൂ, നരകത്തിൽ നിന്ന് നിങ്ങൾ പുറത്താക്കൂ. ഇത് അള്ളാഹുവിൻ്റെ കാരുണ്യമാവണം. സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം നരകക്കാർ നരകത്തിൽ പ്രവേശിച്ചതിന് ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യമായി ചെയ്യുന്നത്. ഫയുഖ്റജൂന മിൻഹാ ഖദ് ഇസ്വദ്ദു, അങ്ങനെ ആ നരകത്തിൽ ഒരു കാലാവധി താമസിച്ച അല്ലെങ്കിൽ നരകത്തിൽ പ്രവേശിച്ച ആ ജനത അതിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ ഫയുഖ്റജൂന മിൻഹാ ഖദ് ഇസ്വദ്ദു, അവർ കറുത്ത ഇരുണ്ടാണ് അവർ പുറത്തിറങ്ങുന്നത്. എന്താ കാരണം? ഈ നരകാഗ്നി അനുഭവിച്ചതിൻ്റെ കാരണം അവർ അങ്ങനെ അവരുടെ വർണ്ണം കറുത്തിരുണ്ടുപോയി. ഫയുൽഖൗന ഫീ നഹരിൽ ഹയാ, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അവർ എറിയപ്പെടുന്നു. ഏതിൽ? ഫീ നഹരിൽ ഹയാ. നഹർ എന്ന് വെച്ചാൽ നദി എന്നർത്ഥം, പുഴ. അൽ ഹയാ അവിൽ ഹയാ. അൽ ഹയാ എന്ന് വെച്ചാൽ ഹംസില്ലാതെ അൽ ഹയാ എന്ന് വെച്ചാൽ മഴ എന്നർത്ഥം. മഴ എന്ന പേരിലുള്ള എന്ത്, അല്ലെങ്കിൽ മഴയുടെ പുഴ, നദി. അവിൽ ഹയാ അല്ലെങ്കിൽ ജീവൻ എന്ന പേരിലുള്ള ആ പുഴ. ശക്ക മാലിക്കുൻ, ഇത് ഹയ എന്നാണോ അൽ ഹയാത്ത് എന്നാണോ എന്നതിൽ ഇമാം മാലിക്കിന് സംശയമുണ്ട്. ഫയംബുതൂന കമാ തംബുതുൽ ഹിബ്ബത്തു ഫീ ജാനിബിസ് സൈൽ, അങ്ങനെ അവർ ആ നദിയിൽ എറിയപ്പെട്ടാൽ ഒരു ചാലിൻ്റെ അരികിൽ നിന്ന് എങ്ങനെയാണോ ഒരു ധാന്യം മുളച്ചുണ്ടായി വലുതാകുന്നത്, അതേപോലെ തന്നെ ഇവർ നരകത്തിൽ നിന്ന് മോചിതരായിക്കൊണ്ട് ആ പുഴയിൽ ആ നദിയിൽ എറിയപ്പെട്ടാൽ അതേപോലെ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പാകപ്പെടുത്തുവാൻ വേണ്ടി അവരും ആ ചെറിയ ധാന്യം മുളച്ചുണ്ടാകുന്നത് പോലെ തന്നെ അവരും മുളച്ചുണ്ടാകുന്നു. അലം തറ അന്നഹാ തഖ്റുജു സഫ്റാ മുൽതവിയ, ആ ധാന്യത്തിൽ നിന്ന് ആ വിത്തിൽ നിന്ന് ആ ചെറിയ വൃക്ഷം മുളച്ചുണ്ടാകുമ്പോൾ അലം തറ നീ കാണുന്നില്ലേ, അന്നഹ തഖ്റുജു സഫ്റാ മുൽതവിയ, മഞ്ഞ വർണ്ണമായിക്കൊണ്ട് മുൽത്തവിയത്തൻ ഇങ്ങനെ വളഞ്ഞുകൊണ്ട് അത് പുറത്തു വരുന്നത് നീ കാണുന്നില്ലേ? അതേപോലെ തന്നെ സ്വർഗക്കാരും അങ്ങനെ പെട്ടെന്ന് തന്നെ നല്ല സൗന്ദര്യത്തോടെ ആകർഷിക്കുന്ന രീതിയിൽ അവരും അവരുടെ രൂപമൊക്കെ മാറി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ രൂപത്തിൽ പാകപ്പെടുത്തപ്പെട്ടുകൊണ്ട് അവരും അങ്ങനെ മുളച്ചുണ്ടാകുന്നു. ഖാല ഉഹൈബ് എന്ന ഇമാം പറയുന്നു, ഹദ്ദസന അമ്രു ഞങ്ങളോട് പറഞ്ഞു അൽ ഹയാത്ത് എന്നാണ്, അവിടെ സംശയമില്ല. വഖാല ഖർദലിൻ മിൻ ഖൈരിൻ, ഖർദലിൻ മിൻ ഈമാൻ എന്നതിന് പകരം ഖർദലിൻ മിൻ ഖൈരിൻ എന്ന് പറഞ്ഞു. ഇതിന് വിശദാംശങ്ങളൊക്കെ നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാണ് ഹദീസിൻ്റെ ആശയത്തിൻ്റെ രത്ന ചുരുക്കം. ഇനി നമ്മൾ ഹദീസിൻ്റെ സനദിലേക്ക് പ്രവേശിക്കുകയാണ്. ഇമാം ബുഖാരി പറയുന്നു, ഹദ്ദസന ഇസ്മായിൽ എന്ന ഇമാം ബുഖാരിയുടെ ഉസ്താദ് നമ്മോട് പറഞ്ഞു. അതാണ് ഇസ്മായിൽ ഇബ്നു അബി ഉവൈസ് അൽ അസ്ബഹി അൽ മദനി. അൽ അസ്ബഹി എന്ന ഈ നസബ് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? ആരുടെ നസബാണ്? ഇമാം മാലിക്കിൻ്റെ നസബാണ്. അത് ഒരു അറബി ഗോത്രത്തിൻ്റെ ഒരു പേരാണ്. അതിലേക്ക് ചേർക്കപ്പെടുമ്പോൾ അൽ അസ്ബഹി എന്ന് പറയും. ഇമാം മാലിക്കിൻ്റെ സഹോദരയുടെ പുത്രനാണ് ആര്? ഈ ഇമാം ഇസ്മായിൽ ഇബ്നു അബി ഉവൈസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഗുരു ആരാണ് ഇവിടെ സനദിൽ? ഖാല ഹദ്ദസനി മാലിക്കുൻ, മാലിക് എന്നോട് പറഞ്ഞു. അപ്പോൾ മാലിക്കിൻ്റെ കുടുംബവും അതുപോലെ തന്നെ ശിഷ്യനും കൂടിയാണ് ആര്? ഇമാം ഇസ്മായിൽ. ഇമാം ഇസ്മായിലിൻ്റെ ശിഷ്യനാണ് ഇമാം ബുഖാരി.
ഇമാം മാലിക്കിൻ്റെ സഹോദരിയുടെ പുത്രനാണ്. ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഉസ്താദാണ് ഇമാം ഇസ്മായിൽ ഇബ്നു അബി ഉവൈസ്. ഹിജ്റ 226 മരണപ്പെട്ടു. ഇവിടെ തെഹദീബു തെഹദീബും തഖ്രീബു തെഹദീബും കൊടുത്തിട്ടുണ്ട്. തഖ്രീബു തെഹദീബ് അവരുടെ ഗ്രന്ഥമാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചാണ്. ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരി എഴുതിയ അതേ പണ്ഡിതൻ തന്നെ ഇബ്നു ഹജർ അസ്ഖലാനിയാണ് ഈ റിപ്പോർട്ടർമാരുടെ ചരിത്രം എന്ന നിലക്ക് ഒരു പുസ്തകം എഴുതിയത്. തഖ്രീബു തെഹദീബാണ് ചുരുക്കം. അതിന് കുറച്ചും കൂടി അല്പം വിശദാംശമാണ് ഇതിൽ തെഹദീബു അത്തഹദീബ്, തെഹദീബു തെഹദീബ്. അപ്പോൾ ഇവിടെ തഖ്രീബു തെഹദീബിന് കൂടെ തെഹദീബ് കൊടുക്കാനുള്ള കാരണം ഇവിടെ ഇമാം മാലിക്കിൻ്റെ സഹോദരൻ്റെ പുത്രനാണെന്ന് തഖ്രീബിലില്ല, തെഹദീബിലുണ്ട്. അതുകൊണ്ടാണ് തെഹദീബും അവിടെ കൊടുക്കാനുള്ള കാരണം. ഖാല ഹദ്ദസനി മാലിക്കുൻ, എന്നോട് ആര് പറഞ്ഞു? മാലിക് പറഞ്ഞു. ഇമാം മാലിക് ഏത് ഗ്രന്ഥത്തിൻ്റെ രചയിതാവാണ്? അൽ മുവത്തഇൻ്റെ മുഅല്ലിഫാണ്, രചയിതാവാണ്. ഇമാം മാലിക് ഇവിടെ റിപ്പോർട്ട് ചെയ്ത എല്ലാ ഹദീസുകളും മുവത്തയിൽ ഉണ്ടാവണമെന്നില്ല, മനസ്സിലായില്ലേ? കാരണം മുവത്ത അതുപോലെ സഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി പഠിച്ച എല്ലാ ഹദീസുകളും ബുഖാരിയിലുണ്ടോ, സഹീഹിലുണ്ടോ? ഇല്ല. നമ്മൾ സഹീഹുൽ ബുഖാരി എടുക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, എന്താണ് ഇമാം ബുഖാരി എത്ര ഹദീസുകളിൽ നിന്നാണ് തിരഞ്ഞെടുത്തത്? 6 ലക്ഷം ഹദീസുകളിൽ നിന്നാണ് ഇത് തിരഞ്ഞെടുത്തത്. ഒക്കെ പഠിച്ചതല്ലേ? ഖാല ഹദ്ദസനി മാലിക്കുൻ. അതേപോലെ തന്നെ ഈ ഹദീസ് ഏതിൽ കാണൂല? മുവത്തയിൽ കാണൂല. മുവത്തയിൽ ഇല്ല എന്ന് ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട്. ഖാല ഹദ്ദസനി മാലിക്കുൻ അൻ അംർ ഇബ്നു യഹ്യ അൽ മാസിനി. മാലിക്കിൻ്റെ ചരിത്രം പഠിച്ചാണല്ലേ, അതുകൊണ്ടാണ് ഇവിടെ എഴുതാത്തത്. മാലിക് ഇബ്നു അനസ്, ഇമാമു ദാരുൽ ഹിജ്റ, ഇതൊക്കെ പഠിച്ചതല്ലേ നമ്മൾ. അതുകൊണ്ട് അത് ഒന്നുകൂടി വായിച്ചു വെക്കുക. ഇങ്ങനെ ആവർത്തിച്ച് വായിച്ചു വെക്കുമ്പോഴാണ് ഇത് മനസ്സിൽ നിൽക്കുകയുള്ളൂ. പ്രത്യേകിച്ച് അറിയപ്പെട്ട പണ്ഡിതന്മാരുടെ സഹാബത്തുകളുടെ പേര് ഇതൊക്കെ നമ്മൾ അറിയണം. എല്ലാ റിപ്പോർട്ടർമാരുടെയും കുറിച്ച് നമുക്ക് ഒപ്പം അറിയാൻ പറ്റണമെന്നില്ല, കാരണം അതൊക്കെ ഹദീസ് പണ്ഡിതന്മാരുടെ ജോലിയാണ്. പക്ഷേ നമ്മൾ അറിയപ്പെട്ട പണ്ഡിതന്മാരെ കുറിച്ചൊന്ന് അവരുടെ പേര്, അവരുടെ എപ്പോഴാണ് മരണപ്പെട്ടത്, ഏത് കാലഘട്ടത്തിലാണ് എന്നൊക്കെ അറിയൽ നല്ലതാണ്. ഖാല ഹദ്ദസനി മാലിക്കുൻ അൻ അംർ ഇബ്നു യഹ്യ അൽ മാസിനി. അംർ ഇബ്നു യഹ്യ ആരാണത്? അംർ ഇബ്നു യഹ്യ അൽ മാസിനി അൽ മദനി ഹിജ്റ 130 ശേഷം മരണപ്പെട്ടു. ഇതങ്ങനെ പറയാനുള്ള കാരണം കൃത്യമായി എത്രാം വർഷത്തിലാണ് മരണപ്പെട്ടത് എന്ന് നിശ്ചയമില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞത്. ഇതൊക്കെ ശരിക്ക് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാ തഖ്രീബു തഹദീബ് എന്ന ഗ്രന്ഥത്തിൽ ഓരോ റിപ്പോർട്ടറെ സംബന്ധിച്ചും എഴുതിയ ആ തർജ്ജമ ഉണ്ടല്ലോ, അതിന് ചുരുക്കമാണ് ഇവിടെ മലയാളത്തിൽ നമ്മൾ കൊടുക്കുന്നത്. അത് വിശദമായിട്ട് കുറച്ചുകൂടി വായിക്കണമെങ്കിൽ എന്താണ് ഈ ഗ്രന്ഥം വായിച്ചു നോക്കുക. അൻ അബീഹി, അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന്. ഇങ്ങനെയാണ് സനദിൻ്റെ രൂപം. പണ്ഡിതന്മാർ സനദ് എന്ന് പറയുമ്പോൾ ആ സനദിൻ്റെ രൂപം എങ്ങനെയായിരിക്കണം? ഇങ്ങനെ ആയിരിക്കണം. പിന്നെ ആ സനദിൽ ഉള്ള റിപ്പോർട്ടർമാരെ കുറിച്ച് കൃത്യമായ ഒരു ചരിത്രം, ഒരു തർജ്ജമ ഗ്രന്ഥങ്ങളിൽ ഉണ്ടാവുകയും വേണം. മനസ്സിലായില്ലേ? ഇയാളെക്കുറിച്ച് നമുക്കറിയില്ല, അല്ലെങ്കിൽ ഇയാളെക്കുറിച്ച് ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിട്ടേ ഇല്ല, പിന്നെ ആ സനദിന് വിലയുണ്ടോ? ഇല്ല. അൻ അംർ ഇബ്നു യഹ്യ അൽ മാസിനി അൻ അബീഹി, അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന്. ആരാണ് പിതാവ്? അംറിൻ്റെ പിതാവ് യഹ്യ ഇബ്നു ഉമാറ അൽ മാസിനി അൽ മദനി. അദ്ദേഹം താബിഈ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ തർജ്ജമ തഖ്രീബു തഹദീബ് പേജ് നമ്പർ 594 ഉണ്ട്. عن أبي سعيد الخدري رضي الله عنه عن النبي صلى الله عليه وسلم قال يدخل أهل الجنة الجنة. ഇവിടെ കിതാബുൽ ഈമാനിൻ്റെ താഴെയുള്ള ഒരു അധ്യായമാണ് ഏത്? ബാബു തഫാദുലി അഹ്ലിൽ ഈമാനി ഫിൽ അഅ്മാൽ. അപ്പോൾ ഇവിടെ കർമ്മങ്ങളിൽ ഉള്ള വിശ്വാസികളുടെ എന്താണ് ഏറ്റം, അതിൻ്റെ ഉയർച്ച. അപ്പോൾ കർമ്മങ്ങളിൽ ഉണ്ടാകുന്നതാണ് ഈ ഉയർച്ച. ഇവിടെ ഫിൽ അഅ്മാൽ എന്ന് പറയുമ്പോൾ ഈ ഫി എന്ന വാക്കിന് 2 അർത്ഥങ്ങളാണുള്ളത്. ഒന്നുകിൽ കർമ്മങ്ങളുടെ അകത്ത് എന്നൊരർത്ഥമുണ്ട്, 2 കർമ്മങ്ങൾ കാരണം എന്ന അർത്ഥമുണ്ട്. അറബിയിൽ പറയും ഫി ഇമ്മ വർഫിയത്തുൻ വ ഇമ്മ സബബിയത്തുൻ. വർഫിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എൻവലപ്പില്ലേ, നമ്മൾ കവർ, കത്തിൻ്റെ കവർ, അതിന് അറബിയിൽ എന്താ പറയുക?
വർഫ് എന്ന് പറയാം. അപ്പോൾ വർഫിയത്താണെങ്കിൽ എന്തായിരിക്കും? വിശ്വാസികളുടെ കർമ്മരംഗത്തുള്ള അതിൻ്റെ അകത്തുള്ള വ്യത്യാസം. ശരി, ഇനി ഫി സബബിയത്താണെങ്കിൽ അഥവാ കാരണം എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്ന വാക്കാണെങ്കിൽ എന്താണ്? കർമ്മങ്ങൾ കാരണം, കർമ്മങ്ങൾ മുഖേന വിശ്വാസികളുടെ വിശ്വാസത്തിലുള്ള ആ വ്യത്യാസം, അതാണ് സബബിയത്താണെങ്കിലും വർഫിയത്താണെങ്കിലും വ്യത്യാസം. ഇവിടെ حدثنا إسماعيل قال حدثني مالك عن عمرو بن يحيى المازني عن أبيه عن أبي سعيد الخدري رضي الله عنه عن النبي صلى الله عليه وسلم قال يدخل أهل الجنة الجنة. ഇവിടെ യദ്ഖുലു നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി സംഭവിക്കാത്ത, അതായത് സംഭവിച്ച് കഴിയാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് യദ്ഖുലു കടക്കുന്നു അഥവാ വർത്തമാനകാല ക്രിയയാണ് അവിടെ പ്രയോഗിച്ചത്. മനസ്സിലായില്ലേ? സാധാരണ നമ്മളൊക്കെ പറയുമ്പോൾ എങ്ങനെ പറയാം? ഭാവിയിൽ പ്രവേശിക്കും, അല്ലെങ്കിൽ അറബി പറയുകയാണെങ്കിൽ സൗഫ യദ്ഖുലു എന്നൊക്കെയാണ് നമ്മൾ സാധാരണ പ്രയോഗിക്കാറുള്ളത്. കാരണം സംഭവിച്ച് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ അറബി ശൈലിയാണത്. തീർച്ചയായും ഉറപ്പായും സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അവർ പ്രവേശിച്ച് കഴിഞ്ഞു അല്ലെങ്കിൽ പ്രവേശിക്കുന്നു, ഇപ്പോൾ സംഭവിക്കുന്നത് പോലെ തന്നെ അവിടെ പ്രയോഗിക്കാനുള്ള കാരണം എന്താണ്? തീർച്ചയായും ഉറപ്പായും അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന സൂചനയാണ്. ഇമാം ഖസ്തലാനി റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഇർഷാദുസ്സാരി എന്ന ഗ്രന്ഥത്തിൽ, ഇമാം ഖസ്തലാനിൻ്റെ പുസ്തകം ഉണ്ടല്ലോ ഇർഷാദുസ്സാരി എന്ന പുസ്തകം, ഓർമ്മയുണ്ടോ? അതായത് ചില ഗ്രന്ഥങ്ങളെക്കുറിച്ച് നമ്മൾ എഴുതി. ഫത്ഹുൽ ബാരി പോലെ തന്നെ സഹീഹുൽ ബുഖാരിക്ക് നൽകിയ ഷർഹുകൾ, അതിലൊന്നാണെന്ത്? ഫത്ഹുൽ ബാരി. അവരുടെ ഗ്രന്ഥമാണ് ഇബ്നു ഹജറിൽ അസ്ഖലാനി. അദ്ദേഹം ഹിജ്റ 852 മരണപ്പെട്ടു. അതുപോലെ തന്നെ വേറെ ഗ്രന്ഥമാണ് ഫത്ഹുൽ ബാരി എന്ന ആ പേരിൽ തന്നെ വേറെ പണ്ഡിതൻ്റെ പുസ്തകമുണ്ട്. അതാണ് ഇബ്നു റജബിൽ ഹംബലി. അദ്ദേഹം ഹിജ്റ 795 മരണപ്പെട്ടത്. അതുപോലെ തന്നെ ഒരു ഗ്രന്ഥമാണ് ഇർഷാദു അസ്സാരി. 15 വാള്യത്തിലാണ് ഇപ്പം അച്ചടിക്കപ്പെട്ടത്. ഇർഷാദു അസ്സാരി ഇലാ സഹീഹുൽ ബുഖാരി. ഇമാം ഖസ്തലാനി പറഞ്ഞാണ് വഅബ്ബറ ബിൽ മുദാരിഇ അൽ ആരി അൻ സീനിൽ ഇസ്തിഖ്ബാലി അൽ മുതമഹ്ഹിദ് ലിൽ ഹാലി ലിതഹഖഖി വുഖൂഇൽ ഇദ്ഖാൽ. അതായത് ഈ ഇദ്ഖാൽ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്ന സംഗതി അത് ഉറപ്പായിട്ടും സംഭവിക്കും, നടക്കും എന്നതിലേക്കുള്ള ഒരു സൂചനയാണിത്. വഅഹ്ലുൻ നാരിൻ നാർ, നരകവാസികൾ നരകത്തിലും പ്രവേശിക്കും. എന്നിട്ട് അള്ളാഹു പറയും അഖ്രിജൂ മിനൻ നാരി, നിങ്ങൾ നരകത്തിൽ നിന്ന് പുറത്ത് കടത്തണം. ആരോട് പറയും? ഇമാം ബുഖാരിയുടെ വേറെ ഒരു അധ്യായത്തിൽ അഥവാ കിതാബുർ റിഖാഖ് എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട് സഹീഹ് ബുഖാരിയിൽ. എന്താ റിഖാഖ് എന്ന് വെച്ചാൽ? മനസ്സിനെ ലോലപ്പെടുത്തുന്ന, മനസ്സിന് റിഖത്ത്, എന്താ മലയാളത്തിൽ പറയാം റിഖത്തിന്? മൃദുലത ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ, അതായത് കൂടുതൽ ഭക്തി, കൂടുതൽ ഭൗതിക വിരക്തിയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ ഉദ്ധരിക്കപ്പെടുന്ന ഒരു അധ്യായമാണ് കിതാബു അർ-റിഖാഖ്. ആ കിതാബു റിഖാഖിൽ ഈ ഹദീസ് ഉദ്ധരിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? അമറൽ മലായികത അൻ യുഖ്രിജൂഹും. അപ്പോൾ ഇവിടെ അഖ്രിജൂ, നിങ്ങൾ പുറത്താക്കണം എന്ന് പറഞ്ഞത് ആരോടാണ്? മലായികത്തുകളോടാണ്. മലായികത്തുള്ള ഡ്യൂട്ടിയാണത്. എന്താണ്? അഖ്രിജൂ മിനൻ നാർ, നിങ്ങൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കൂ. ആരെ? മൻ കാന ഫീ ഖൽബിഹി, ആരുടെ ഹൃദയത്തിലാണോ ഉള്ളത്, എന്തുള്ളത്? മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാൻ. മിസ്ഖാൽ എന്ന് വെച്ചാൽ തൂക്കം എന്നർത്ഥം. ഒരു കടുകുമണി തൂക്കം ഈമാന് വല്ലവൻ്റെയും ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അവനെ നരകത്തിൽ നിന്ന് നിങ്ങൾ പുറത്താക്കൂ. അപ്പോൾ ഈമാനിൻ്റെ കൂടെ ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു, ഈ വിഷയത്തിൽ
അല്ലെങ്കിൽ ഈ ഹദീസിൽ ഉദ്ദേശിക്കുന്ന ഈ കടുകുമണി തൂക്കം എന്ന് പറയുമ്പോൾ ഈമാനിൻ്റെ പുറമെ അഥവാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഈ കലിമത്ത് തൗഹീദ് ഉണ്ടല്ലോ, ഇതിന് പുറമെ വല്ലവനും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ പുറത്താക്കൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താ കാരണം? അതിൻ്റെ കാരണം വേറൊരു റിവായത്തിൽ നമുക്ക് കാണാൻ പറ്റും. അഖ്രിജു മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൻ്റെ വാക്യം പറഞ്ഞവനെ നിങ്ങൾ പുറത്താക്കും നരകത്തിൽ നിന്ന്. മാത്രമല്ല വഅമില മിനൽ ഖൈരി മാ യസിനു ദർറതൻ, അതുപോലെ തന്നെ എത്ര ചെറുതായാലും നന്മ ചെയ്തവനെയും, ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മാത്രം പോരാ, നന്മ പ്രവർത്തിക്കുകയും വേണം. അപ്പോൾ എത്ര കുറഞ്ഞ പ്രവർത്തനമാണെങ്കിലും ഈമാൻ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, തൗഹീദ് ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്ത് പണ്ഡിതന്മാർ പറയുന്നു, മുവഹിദീങ്ങളായ തൗഹീദുള്ള ശിർക്കില്ലാത്ത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ നരകത്തിൽ പ്രവേശിച്ചാലും ഒരു കാലത്ത്, ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഇതാണ് സുന്നത്ത് ജമാഅത്ത് പണ്ഡിതന്മാരുടെ ആശയം, ആദർശം. എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് ഈ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ച ചില സംഘക്കാർ പറയുന്നതാണ് പാപിയാണെങ്കിൽ കാലാകാലം നരകത്തിലാണെന്ന്. ഇത് ആരുടെ ആശയമാണ്? കഴിഞ്ഞ ക്ലാസ് പഠിച്ചാണ്. ഖവാരിജുകൾ, അതേപോലെ തന്നെ മുഅ്തസില എന്ന ഗ്രൂപ്പുകാർ, ഇവരൊക്കെ അഭിപ്രായപ്പെടുന്നത് ഇതാണ്. അപ്പം അവർക്കുള്ള ഒരു മറുപടിയും കൂടിയാണ് ഇമാം ബുഖാരി ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ഫയുഖ്റജൂന മിൻഹാ ഖദിസ്വദ്ദു, അവർ കറുത്തിരുണ്ടുകൊണ്ട് അവർ അതിൽ നിന്ന് മോചിതരാകുന്നു, പുറത്ത് കടക്കുന്നു. കാരണം നരകത്തിൻ്റെ ആ ചൂട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമാറാകട്ടെ. കാരണം അത് ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത, നമുക്ക് അതിൻ്റെ ഗൗരവം ഈ ഭൗതിക ലോകത്ത് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അത്രക്കും കഠിനമായ ശിക്ഷയാണ് നരകം. നാറുക്കും ഹാദിഹി ജുസ്ഉൻ മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. നിങ്ങളിപ്പോൾ ഈ ഭൗതിക ലോകത്ത് ഉപയോഗിക്കുന്ന ഈ അഗ്നി, ഈ തീ നരകത്തിൻ്റെ 70-ൽ ഒരു അംശം മാത്രമാകുന്നു എന്ന് ചില ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഫയുൽഖൗന ഫീ നഹരിൽ ഹയാ, അവർ അൽ ഹയാ അഥവാ മഴയുടെ നദിയിൽ എറിയപ്പെടുന്നു. നഹർ എന്ന് പറഞ്ഞാൽ നദി എന്നർത്ഥം. അത് ഒന്നുകിൽ നഹർ ഹാഇന് ഫത്ഹ് കൊണ്ട് വായിക്കാം, അല്ലെങ്കിൽ നഹ്ർ അഥവാ ഹാഇന് സുക്കൂനും നൽകാം. രണ്ടും ഭാഷാ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിൽ ഹയാത്ത്, ഈ ഹയാത്ത് എന്ന ഈ താ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വായിച്ചതാണ്. അല്ലെങ്കിൽ നിർത്തിയാൽ എന്താണ്? താഇനെ ഹ ആക്കി മാറ്റണം. കെട്ടുള്ള താ ഉള്ള വാക്കിൽ നിർത്തുകയാണെങ്കിൽ എങ്ങനെയാണ് നിർത്തേണ്ടത്? ഹാ ഉച്ചരിച്ചു കൊണ്ടാണ് നിർത്തേണ്ടത്. ഉദാഹരണം വ അഖീമുസ് സ്വലാത്ത് എന്ന് പറയാൻ പാടില്ല. എന്താ പറയേണ്ടത്? അതുപോലെ തന്നെ നമ്മൾ ഈ ബാങ്ക് കേൾക്കുമ്പോൾ ചില അബദ്ധങ്ങൾ പറ്റാറുണ്ട്. എന്താണ്? ഹയ്യ അലസ് സ്വലാത്ത്, പ്രത്യേകിച്ച് ചില നാട്ടിലൊക്കെ ചില പ്രദേശങ്ങളിൽ ഹയ്യ അലസ് സ്വലാത്ത് അങ്ങനെയല്ല, ഹയ്യ അലസ് സ്വലാഹ്. കൂട്ടി വായിക്കുമ്പോൾ ഹയ്യ അലസ് സ്വലാത്തി ഹയ്യ അലസ് സ്വലാഹ് കൂട്ടി വായിച്ചാൽ, പക്ഷെ അതിന് താഴെന്ത് കൊടുക്കണം? കസ്ർ കൊടുക്കണം. അപ്പോൾ ഇമാം മാലിക് ശക്ക മാലിക്കുൻ, ഇമാം മാലിക്കാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അഥവാ ഈ ഹദീസിൻ്റെ ഇസ്നാദിലുള്ള ഒരു റാവി ആരാണ്? ഇമാം മാലിക്കാണ്. ഇമാം മാലിക് അംറു ഇബ്നു യഹ്യയിൽ നിന്നാണ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഹദീസ് പഠിച്ചത്. ഇമാം മാലിക്കാണ് സംശയമുള്ളത്. എന്താണ് അത്? ഹയ എന്നാണോ, മഴ എന്നാണോ, അല്ല അൽ ഹയാത്ത് ജീവൻ എന്നാണോ? ഇതിലെന്താണ്? രണ്ട് അഭിപ്രായമുണ്ട്. ആ സംശയം ഇല്ലാതെയാണ് ഇമാം ബുഖാരി ഈ ഹദീസിന് ശേഷം എന്താ പറഞ്ഞത്? ഖാല ഉഹൈബുൻ ഹദ്ദസനാ അംറുൻ. ഇമാം മാലിക്കിൻ്റെ ഉസ്താദായ അതേ അംറിൽ നിന്ന് തന്നെ ഉഹൈബ് എന്ന പണ്ഡിതൻ, ഉഹൈബ് ഇബ്നു ഖാലിദ് എന്ന പണ്ഡിതൻ ഉദ്ധരിക്കുന്നു അൽ ഹയാ,
കെട്ടുള്ള താവ് കൊണ്ട്. അപ്പോൾ സംശയമില്ലാതെ ആരുദ്ധരിച്ചു? ഇമാം മുഹൈബ് ഉദ്ധരിച്ചു. അപ്പോൾ ഇമാം മാലിക്കിൽ സംഭവിച്ച ആ സംശയം നമുക്ക് എന്തായി? ക്ലിയറായി. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇമാം ബുഖാരി അത് വേറെ റിവായത്ത് അതിന് ശേഷം കൊടുക്കാനുള്ള കാരണം. ശക്ക മാലിക്കുൻ ഫയംബുതൂന കമാ തംബുതുൽ ഹിബ്ബതു ഫി ജാനിബിസ് സൈൽ. എന്താണ് ഈ ജീവൻ എന്ന ആ നദിയിൽ എറിയപ്പെടുന്നതിൻ്റെ ഉദ്ദേശം? പണ്ഡിതന്മാർ പറയുന്നു അതിലൊരു സൂചനയുണ്ട്. എന്താണത്? നരകത്തിൽ നിന്ന് അവർ മോചിപ്പിക്കപ്പെട്ടുകൊണ്ട് ആ ഹയാത്തിൻ്റെ ജീവൻ എന്ന ആ നദിയിൽ എറിയപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം ഇനി അവർക്ക് എന്തില്ല? മരണമില്ല. ഇനി അവർക്ക് മരണമില്ല, ഇനി അവർക്ക് ഏറ്റവും സുഖകരമായ ഏറ്റവും നല്ല ഒരു ജീവിതമാണ് ഉണ്ടാവുക എന്ന ഒരു സൂചനയും കൂടിയാണ് ആ നഹറിൽ എറിയപ്പെടുന്നത്. ഇത് പണ്ഡിതന്മാർ പ്രത്യേകം സൂചിപ്പിച്ചൊരു വിഷയമാണ്. ഫയംബുതൂന കമാ തംബുതുൽ ഹിബ്ബതു ഫി ജാനിബിസ് സൈൽ. ഹിബ്ബത്ത് എന്ന് വച്ചാൽ ഈ വിത്തുകളുണ്ടല്ലോ, ധാന്യങ്ങൾ. അത് ഹബ്ബ എന്ന വാക്കിൻ്റെ ബഹുവചനമാണ് ഏത്? അൽ ഹിബ്ബ. അൽ ഹിബ്ബ വിത്തുകൾ, ഓരോ ഫലങ്ങളുടെയും ഉള്ളിലുണ്ടാകുന്ന വിത്തുകൾ. എന്നാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ധാന്യങ്ങൾക്ക് എന്താ പറയുക? അൽ ഹബ്ബ എന്ന് പറയും. ഒരു ധാന്യമാണെങ്കിൽ അതിൻ്റെ ബഹുവചനമാണ് അൽ ഹുബൂബ്. അൽ ഹുബൂബ്. നമ്മൾ സാധാരണ ഒരു കടയിൽ പോയിട്ട് നിങ്ങൾക്ക് ധാന്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഹുബൂബ് ഉണ്ടോ ചോദിക്കുക, ഹുബൂബ്. അതിൻ്റെ ഏകവചനം എന്താണ്? അൽ ഹബ്ബ. ഇവിടെ അൽ ഹിബ്ബ എന്താണ്? ഈ വൃക്ഷങ്ങളുടെ ഈ വിത്തുകളെ സംബന്ധിച്ചാണ് അൽ ഹിബ്ബ എന്ന് പറയുക. ആ ഹിബ്ബ, ആ വിത്തുകൾ ഒരു ചാലിൻ്റെ ഒരു ഒഴുക്കിൻ്റെ വക്കിൽ നിന്ന് മുളച്ചുണ്ടാകുന്നത് പോലെ ആ സ്വർഗാവകാശികൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടതിൻ്റെ ശേഷം അവരും അങ്ങനെ വളർന്നുണ്ടാകുന്നു. എന്താണത്? ശരിക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവരുടെ രൂപം, അവരുടെ വർണ്ണം എല്ലാം അതിനെ പാകപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വർഗത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നു എന്താണത്? ഈ ഒരു ഒഴുക്കിൻ്റെ വക്ക് എന്ന് പറയുമ്പോൾ, ഒരു ചാലിൻ്റെ വക്ക് എന്ന് പറയുമ്പോൾ ശരിക്ക് അതിൻ്റെ വക്കിലുണ്ടാകുന്ന ആ മണ്ണ് പെട്ടെന്ന് തന്നെ ചെടി മുളക്കാൻ എളുപ്പത്തിലാവുന്ന ഒരു അന്തരീക്ഷമാണിത്. വെള്ളം, അതുപോലെ തന്നെ നല്ല മണ്ണായിരിക്കും, അതുപോലെ തന്നെ സൂര്യൻ്റെ വെളിച്ചം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ആ വിശ്വാസികൾ ആ നദിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ അവരെന്താണ്? സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ പാകപ്പെടുന്നു. മാത്രമല്ല, അങ്ങനെ ഒരു ചെറിയ ഒരു ചെടി മുളച്ചുണ്ടാകുമ്പോൾ നമ്മൾ അതിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്കൊരു അനുഭവം? ഒരു സൗന്ദര്യത്തിൻ്റെ ഒരു അനുഭവമാണ്. സുന്ദരമായ ആ കാഴ്ച നോക്കിയിട്ട് നമ്മളെന്ത് അതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ആ സ്വർഗാവകാശികളാകാൻ പോകുന്നവർ അവർക്കും അങ്ങനെ തന്നെ പെട്ടെന്ന് തന്നെ അവരുടെ വർണ്ണം, അവരുടെ രൂപമൊക്കെ ഒരു മാറ്റം സംഭവിച്ച് കൊണ്ട് അവർക്കും ആ സൗന്ദര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ ഒരു വൃക്ഷത്തെ കൊണ്ട് ഉപമിക്കാനുള്ള കാരണം പല സംഗതികളുമുണ്ട്. പെട്ടെന്ന് തന്നെ അവരെന്താണ് പാകപ്പെടുക, അതുപോലെ തന്നെ സൗന്ദര്യം. അതേപോലെ തന്നെ ഇമാം നവവി പറയുന്നു ഒരു ദൗർബല്യത്തിൻ്റെ ഒരു സൂചനയും കൂടി അതിലുണ്ട്. അതായത് ചെറിയ അടുത്ത് തന്നെ മുളച്ചുണ്ടായ ആ ചെടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വൃക്ഷങ്ങൾ, മരങ്ങളെ പോലെ തന്നെ എന്തുണ്ടാവില്ല? ബലമുണ്ടാവില്ല. അതേപോലെ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് അവരുടെയും അവസ്ഥ എന്താണ്? ദൗർബല്യമാണ്. പിന്നീടാണ് സ്വർഗത്തിൽ പ്രവേശിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികൾക്ക് നൽകിയ എല്ലാ ഗുണങ്ങളും എല്ലാ സുഖങ്ങളും നൽകപ്പെട്ടാൽ അവർക്ക് പിന്നീട് എന്താണ്? ബലം ഉണ്ടാവുന്നു. ഇതൊക്കെ ശരിക്കും ഈ ഉപമയിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ ഹദീസ് ഇങ്ങനെ പെട്ടെന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് ഒരു പിടുത്തം കിട്ടൂല. അപ്പോൾ പണ്ഡിതന്മാർ ശരിക്കും ഇതിനെ വളരെ ഭംഗിയായി വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഒരു അറിവാണ് നമുക്ക് ഈ ക്ലാസ്സിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അലം തറ അന്നഹ തഖ്റുജു സഫ്റാഅ മുൽതവിയ.
ആ ചെറിയ വൃക്ഷം മഞ്ഞളിച്ചുകൊണ്ട് മുൽത്തവിയത്തൻ വളഞ്ഞുകൊണ്ട് പുറത്തു വരുന്നത് താങ്കൾ കാണുന്നില്ലയോ? ഖാല വുഹൈബുൻ ഹദ്ദസന അംറുൻ. വുഹൈബ് എന്ന പണ്ഡിതൻ, ആരാണ് വുഹൈബ്? വുഹൈബ് ഇബ്നു ഖാലിദ് അൽ ബാഹിലി, ഹിജ്റ 165 മരണപ്പെട്ടു. അദ്ദേഹം ആണ് ഈ ഹദീസ് വേറൊരു റിവായത്തിലൂടെ അംറിൽ നിന്ന്, അംർ ഇബ്നു യഹ്യയിൽ നിന്ന് ഉദ്ധരിക്കുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം? അംർ ഇബ്നു യഹ്യയിൽ നിന്ന് ഇമാം മാലിക്കിനെ പോലെ തന്നെ വുഹൈബ് ഇബ്നു ഖാലിദും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തില്ലാതെ? ബിദൂനി ഷക്കിൻ, ഷക്കില്ലാതെ. കാരണം ഇമാം മാലിക് അൽ ഹയാ എന്നാണോ അൽ ഹയാത്ത് ജീവൻ എന്നാണോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ ആ സംശയം ആർക്കില്ലായിരുന്നു? ഇമാം വുഹൈബിന് ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഇമാം ബുഖാരി റഹ്മഹുല്ലാ ഈ ഹദീസിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് പല കാര്യങ്ങളുമുണ്ട്. ഒന്നെന്താണ്? വിശ്വാസികൾ കർമ്മരംഗത്ത് അവർക്ക് തമ്മിൽ എന്താണ്? പരസ്പരം വ്യത്യാസമുണ്ട്. അഥവാ അൽ ഈമാനു യസീദു വയൻഖുസു. അതേപോലെ തന്നെ മുർജിഅകൾക്കുള്ള ഒരു മറുപടിയാണത്. ആരാ മുർജിഅ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് നമ്മളെ. മുർജിഅക്കാർ വിശ്വാസികളുടെ വിശ്വാസം ഒരേപോലെയാണ്, ഒരേ തരത്തിലാണ്. കർമ്മങ്ങൾ കൊണ്ട് കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അഥവാ കർമ്മം ഈമാനിൽ പെട്ടതല്ല എന്നാണ് മുർജിഅക്കാരുടെ വിശ്വാസം. അവർക്കുള്ള മറുപടിയാണ് ഈ ഹദീസ്. എങ്ങനെ മറുപടിയാകുക? നോക്കൂ നിങ്ങൾ, മിസ്കാലു ഹബ്ബത്തി ഖർദലി മിൻ ഈമാൻ, വേറൊരു റിവായത്തിൽ മിസ്കാലു ഹബ്ബത്തി ഖർദലി മിൻ ഖൈർ. ഒരു നന്മ, കടുകുമണി തൂക്കം നന്മയുണ്ടെങ്കിൽ അപ്പോൾ അത്രയും നന്മ ഉണ്ടാകാം. അതേപോലെ തന്നെ മുഅ്തസില പോലെയുള്ള പിഴച്ചുപോയ ആശയക്കാർക്കുള്ള ഒരു മറുപടിയും കൂടിയാണ് ഇത്. എന്താണത്? വിശ്വാസികളാണെങ്കിൽ പോലും പാപങ്ങൾ ചെയ്താൽ അവർ സ്ഥിരമായി കാലാകാലം നരകത്തിൽ പ്രവേശിക്കുമെന്ന ആ പിഴച്ചുപോയ ആശയം, അതിനും കൂടി മറുപടിയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഖ്രിജു മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തി ഖർദലിൻ മിൻ ഈമാൻ. കടുകുമണി തൂക്കം ഈമാൻ വല്ലവൻ്റെയും ഹൃദയത്തിലുണ്ടെങ്കിൽ അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കൂ. അപ്പോൾ ഒരു പാപങ്ങൾ നിമിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദുള്ള വിശ്വാസമുള്ള ജനതയെ അവരെ എന്താണ്? അവിശ്വാസികളെ കൂടെ സമപ്പെടുത്തുകയില്ല എന്നൊരു ആദർശം കൂടിയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള ഒരു ഹദീസാണ് ഈ ഇമാം ബുഖാരി റഹ്മഹുല്ലാ ഇതിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസ്. ഇതിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ളത്, ഒന്നാമത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കർമ്മങ്ങൾ അധികരിപ്പിക്കുക, നരകത്തിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുന്ന എല്ലാ കാരണങ്ങളിൽ നിന്നും നമ്മളും പിന്മാറി നിൽക്കുക. പിന്നീട് സഹീഹായ ഹദീസ് എന്നതുപോലെ തന്നെ ഇത്തഖുന്നാർ വലൗ ബിശിഖ്ഖി തംറ, ഒരു ഈത്തപ്പഴത്തിൻ്റെ ചീന്ത് ഉണ്ടെങ്കിലും നിങ്ങൾ നരകത്തിനെ സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്, അള്ളാഹുവിൻ്റെ അടിമകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു നിലക്കും അക്രമം ദുൽമ് കാണിക്കുന്നവനല്ല. തീർച്ചയായും ഒരു വിശ്വാസി അവൻ്റെ സൽക്കർമ്മങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, നന്മ ചെയ്തവരുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല. അതുകൊണ്ട് ആ ശരിയായ ആ വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ട് നമ്മൾ സൽക്കർമ്മങ്ങളുടെ വിഷയത്തിൽ മത്സരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന വറസൂലിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. എന്താണ്
ആ അല്ലല്ല, ഞാൻ പ്രവേശിച്ചു എന്ന് എഴുതിക്കണ്. അത് യദ്ഖുലു അഹ്ലുൽ ജന്നത്തിൽ ജന്ന എന്ന് വെച്ചാൽ പ്രവേശിക്കുന്നു. എന്താണ് നമ്മളിവിടെ പറഞ്ഞല്ലോ, അതായത് പ്രവേശിക്കുന്നു എന്നാണ് അർത്ഥം. പക്ഷേ അതിൻ്റെ ഉദ്ദേശം എന്താണ്? തീർച്ചയായും പ്രവേശിക്കും. അതിൻ്റെ ഉദ്ദേശം അങ്ങനെയാണ്. അപ്പോൾ പ്രവേശിക്കുന്നു എന്ന ആ പ്രയോഗം ഭാവിയിൽ പ്രവേശിക്കാൻ പോകുന്ന സ്വർഗ്ഗക്കാരെക്കുറിച്ച് എങ്ങനെ വന്നു, അതിൽ മറുപടിയാണ് നമ്മൾ പറഞ്ഞത്. അർത്ഥം കൊടുക്കുമ്പോൾ പ്രവേശിക്കുന്നു. അപ്പോൾ ഒരാൾ സ്വന്തത്തോട് ചോദിക്കുകയാണ്, പ്രവേശിച്ചിട്ടില്ലല്ലോ, പിന്നെ പ്രവേശിക്കുന്നു, ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യമാണെന്ന് നിനക്ക് പറഞ്ഞത്. എന്നാൽ എൻ്റെ മറുപടി തീർച്ചയായും ഉറപ്പായും പ്രവേശിക്കാൻ പോകുന്ന ആ സംഭവത്തെക്കുറിച്ച് ഇവിടെ വർത്തമാനകാലക്രിയ ഉപയോഗിച്ചതാണ്. അപ്പം അതിൻ്റെ നേരെയുള്ള തർജ്ജമ വേറെ, ഉദ്ദേശം വേറെ. അതായത് ഈ യദ്ഖുലു എന്നത് ഭാവി കാലത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ കുറിച്ച് സൂചിപ്പിക്കുന്ന ചില പദങ്ങളുണ്ട്. ഉദാഹരണം സയദ്ഖുലു അല്ലെങ്കിൽ സൗഫ. ശരിക്ക് ഇത് കൃത്യമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ യദ്ഖുലു ഈ സീന് സൗഫ ഇല്ലാതെ ഉള്ള ഈ ക്രിയക്ക് മുദാരി ആയ ക്രിയ അത് ഭാവി കാലത്തെയാണോ അല്ല വർത്തമാന കാലത്തെയാണോ കൃത്യമായി സൂചിപ്പിക്കുന്നത്? പണ്ഡിതന്മാർ പറയുന്നു, ഇമാം ഖസ്സലാനി പറയുന്നു, വഅബ്ബറ ബിൽ മുദാരിഇൽ ആരി അൻ സീനിൽ ഇസ്തിഖ്ബാൽ. ഇസ്തിഖ്ബാലിൻ്റെ ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന സീനിൽ നിന്ന് ഈ മുദാരി ആയ ഈ ഫിഅല് ആരിയായി, അതിൽ നിന്ന് എന്താണ് അല്ല ആരി എന്ന് വെച്ചാൽ ശരിക്ക് ഒരു വ്യക്തി നഗ്നാവൂലേ, അപ്പോൾ ശരിക്കും അതാണ് ശരിക്കുള്ള നേരിലുള്ള അർത്ഥം. അതിൽ നിന്ന് എന്താണ് ഒഴിവായി. അപ്പം സീന് എന്ന പദം എന്ന അക്ഷരം ഈ ഫിഅലിൽ നിന്ന് ഒഴിവായി. അതുകൊണ്ടെന്തായി അൽ മുതമഹിദി ലിൽ ഹാൽ, വർത്തമാനകാല ക്രിയത്തെയാണ് അത് കൃത്യമായി സൂചിപ്പിക്കുന്നത്. എന്നിട്ടും ഉദ്ദേശം എന്താണ്? ഭാവി കാലമാണ്. അപ്പം എന്താ പറഞ്ഞത്? ലിതഹഖുഖി വുഖൂഇൽ ഇദ്ഖാൽ, അങ്ങനെ പ്രവേശിപ്പിക്കും എന്നത് തഹഖുഖാണ്. അതായത് അത് സാക്ഷാത്കരിക്കും, അത് ഉറപ്പായും സംഭവിക്കും എന്നൊരു സൂചനയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത്രയ്ക്കും അത് പണ്ഡിതന്മാർ വളരെ ഭംഗിയായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ക്ലാസ്സിന് സമയം അവസാനിച്ചു. ഇനിയും കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും എല്ലാവരും സഹകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ.